ഇപ്പോൾ ഞാൻ വെൻ്റ് ഔട്ട് സെഷൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നെ വിളിക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും പുറത്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ അവരെ കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് ഉം. മൈഗ്രേറ്റ് ചെയ്ത് മൈഗ്രേറ്റ്. വേറെ സ്ഥലത്ത് പോയി താമസിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഹെൽപ്പ് അതായത് അവരുടെ ലൈഫ് ഭയങ്കര ബിസിയാണ്. അപ്പോൾ അവർക്ക് ഈ വെൻ്റ് ഔട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു തെറാപ്പി എടുക്കേണ്ടയൊക്കെ ആവശ്യകത കുറച്ചും കൂടെ കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. എപ്പോഴും അവർക്ക് അകന്നാണ് ജീവിക്കുന്നതെന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നത് കൊണ്ട് കൂടെ കുറച്ചും കൂടെ വൾണറബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്. എന്താണ് ഡോക്ടർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? സോ നമ്മൾ ആത്മയുടെ ക്ലയൻറ്റിലോട് നോക്കുമ്പോഴും നമുക്ക് ലാസ്റ്റ് 5 to 6 ഇയേഴ്സ് ആയിട്ട് ഏറ്റവും കൂടുതൽ ക്ലയൻറ്റ്സ് ഫ്രം എബ്രോഡാണ്. വെസ്റ്റേൺ വേൾഡ്, GCC, ആൻഡ് അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ മൈഗ്രേറ്റഡ് സ്റ്റുഡൻസ് ആണ്. ദോസ് ആർ ഡൂയിങ് PhD. ഈ PhDക്കൊക്കെ ചെല്ലുമ്പോഴാണ് ശരിക്കും ഇവരുടെ റിയൽ സ്ട്രഗിൾസ്. അത് മാത്രമല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്. ഇനി അത് മാത്രമല്ല, +2 കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. അവിടെ ഒന്നും അറിയാതെ അവിടെ ചെന്ന് പോയി ഇവിടുന്ന് ഭയങ്കര ഒരു സ്വപ്നമൊക്കെ പാമ്പേർഡ് ആയിട്ട് പാമ്പേർഡായിട്ട് പോയിട്ട് സ്വന്തം പാത്രം കഴുകാത്ത ആൾ, സ്വന്തം പ്ലേറ്റ് കഴുകില്ല, സ്വന്തം ഗ്ലാസ് കഴുകില്ല, അവിടെ ചെന്നിട്ട് ഓൾഡ് ഏജ് ഹോമിലുള്ള ഈ എന്താ പറയുന്നത് കെയറും ഒക്കെ ആകുമ്പോഴത്തേനെ ഈ നമ്മൾ പറയത്തില്ലേ ഉൾട്ടായി മാറിയിട്ട് അതിൻ്റെ കൂടെ വിൻ്റർ വരുമ്പോൾ വിൻ്റർ ഡിപ്രഷൻ, മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അങ്ങനെ പല പല ഇഷ്യൂസുമായിട്ട് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ജനിക്കുന്ന മണ്ണിനോട്, നമ്മൾ ജനിച്ച് വളരുന്ന ഒരു സ്ഥലത്തോട്, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ആദ്യത്തെ 5 വർഷം അല്ലെ 6 വർഷം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഈവൻ ദോ നമ്മൾ അതിനകത്ത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ രാജ്യത്തോട് അല്ലെങ്കിൽ ആ സ്ഥലത്തോടൊക്കെ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ്, കണക്ഷൻ. ഒരു കണക്ഷൻ കിടക്കും. അല്ലെങ്കിൽ നമ്മുടെ ആളുകളൊക്കെ അവിടെ ആയിരിക്കും. അതെല്ലാം വിട്ടിട്ട് കംപ്ലീറ്റ്ലി ഒരു ന്യൂ എൻവയോൺമെൻറ്റ്, ന്യൂ കൾച്ചർ, ഇതിലേക്ക് പോകുമ്പം ഒരുപാട് ഇന്ന് കാണുന്നത് ആൻഷ്യസ് ആകുന്നുണ്ട്, ഡിപ്രസ്ഡ് ആവുന്നുണ്ട്. അതിൻ്റെ കൂടെ ക്ലൈമറ്റ്, നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോകുന്നവരെ സംബന്ധിച്ച്, കേരളത്തിൽ വിൻ്റർ. നമുക്കൊരു പർട്ടിക്കുലർ ഡ്രസ്സിങ് പോലും ഇല്ല. നമുക്ക് എല്ലാ കാലത്തും ഒരുപോലെ ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു നാട് കേരളമാണ്. വിൻ്റർ ഡ്രസ്സിങ്സ് ഇല്ല, സമ്മർ ഡ്രസ്സിങ്സ് ഇല്ല, അല്ലേ? അവിടെയൊക്കെ ചെല്ലുമ്പം അതൊന്നും ആക്സെപ്റ്റബിൾ ആകാതെ വരുന്നു. അതുമാത്രമല്ല, വിൻ്റർ ഡിപ്രഷൻ്റെ വിക്ടിംസായി മാറുന്നു. സോഷ്യൽ കണക്ഷൻസ് കുറയുന്നു. ഭയങ്കരമായിട്ടുള്ള എന്താ പറയുന്നത് ലോൺലിനെസ്. ലോൺലിനെസ് അവർക്ക് ഫീൽ ചെയ്യുന്നു. ഇനി ജോബിലാണെങ്കിലും പ്രഷർ, സ്റ്റഡീസും ജോബും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത്. പിന്നെ പാർട്ട്ണർ ഇഷ്യൂസ്, ഒരു മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിൻ്റെ അടുത്തേക്ക് പോകുന്നു. കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ടാവുമ്പം അങ്ങനെ പോയിട്ട് പല പല ഇഷ്യൂസ് ഉണ്ടാവുന്നു. ഒരു റീസെൻ്റ്ലി വന്ന കേസ്, അവർ റിലേഷൻഷിപ്പിലായി, ആ കുട്ടി പ്രഗ്നൻ്റായി, 3 മാസം പ്രഗ്നൻ്റായി. ബട്ട് ദാറ്റ് പ്രഗ്നൻസി ഈസ് ടു പ്രഗ്നൻസി. അപ്പോൾ അത് പിന്നെ അവിടെ അബോർട്ട് ചെയ്യേണ്ടി വന്നു. എൻഡ് ഓഫ് ദ ഡേ പെൺകുട്ടി എന്നോട് ചോദിക്കുകയാണ്, ഐ എം ഓൺലി അഫക്റ്റഡ്. ആളുടെ ഫീൽ അതാ, ഐ എം ഓൺലി അഫക്റ്റഡ്. വൈ ഈസ് ദാറ്റ് ജസ്റ്റ് ബട്ട് ദാറ്റ് അല്ലേ? ഗൈ ഈസ് ഗിവിങ് സപ്പോർട്ട് ഒക്കെ കെയർ. കൊടുക്കുന്നുണ്ട്, ഇമോഷണൽ സപ്പോർട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇയാൾ കുറച്ച് ഇമോഷണലി സെൻസിറ്റീവും കൂടാണ്. അവൾ വിചാരിക്കുകയാണ്, ഐ എം ഓൺലി അഫക്റ്റഡ്. മനസ്സിലായോ? അപ്പോൾ അതിനൂടെ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള, അല്ലെങ്കിൽ ഹണിമൂൺ ഫേസ് തുടങ്ങുമ്പം എൻ്റെ സോൾമേറ്റിനെ ഞാൻ കണ്ടുപിടിച്ചു, ചൂസൺ എന്നെല്ലാം പറഞ്ഞിട്ട് പോയിട്ട്, വേർ ഈസ് ദ റിയൽ പേഴ്സൺ, ദാറ്റ് ദ പേഴ്സൺ ഐ മെറ്റ് ഇൻ ദ ബിഗിനിങ്. അങ്ങനെ അവിടെ ഒരു ക്രൈസിസ് വരികയാണ്. അത് കഴിയുമ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതെൻ്റെ ഐഡൻറ്റിറ്റി അഫക്റ്റ് ചെയ്യുന്നു എന്ന് കാണുമ്പം ഐ ആം ലീസ്റ്റ് കെയർഡ്. ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഇഷ്യൂസുമായിട്ടാണ് നമ്മളുടെ അടുത്തേക്ക് ഇന്ന് വരുന്നത്. ഒരുപാട് കൂടുതലാണ് ഇഷ്യൂസ്, അവിടെ ഒരുപാട് കൂടുതലാണ്. പിന്നെ അവർക്ക് അവിടെ സപ്പോർട്ട് സിസ്റ്റം സീക്ക് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. യെസ്. ഈവൻ ദോ ഇപ്പം പലർക്കും അവരുടെ ഇൻഷുറൻസിലൊക്കെ കവേർഡ് ആണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് വന്ന് സീക്ക് ചെയ്യും. വൈ എന്ന് ചോദിച്ചാൽ, ഇവരുടെ ഇഷ്യൂസ് അവരുടെ കൾച്ചർ വെച്ച് നോക്കുമ്പോൾ ഒരു ഇഷ്യൂസേ അല്ല. ഒരു നമ്മൾ കൾച്ചർ ഇഷ്യൂ അല്ലെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ ഇഷ്യൂ ആണ്. ഇഷ്യൂസാണ്. അപ്പം ഇതിനകത്തും സൈക്കോളജിക്കൽ കെയറിനകത്തും കൾച്ചറൽ വേരിയേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ നമ്മുടെ അടുത്താണ് ഇങ്ങോട്ടാണ് കൂടുതൽ സപ്പോർട്ടും എടുക്കുന്നത് അവർക്ക്. കാരണം ദേ ആർ ഇൻ ദ സ്ട്രഗ്ലിംഗ് പീരീഡ്, യെസ്. ഇൻ ഓൾ ദ വേ. എല്ലാ വഴിയിലും നോക്കിയാലും അവർ സ്ട്രഗ്ലിംഗ് ആണ്. അപ്പോൾ ഒത്തിരി സപ്പോർട്ട് സിസ്റ്റം വേണം, സപ്പോർട്ട് സിസ്റ്റം എടുക്കുകയും വേണം. ഒരുപാട് പേര് അങ്ങനെ വില്ലിംഗ് ആയി വരുന്നുണ്ട്. അവർക്ക് കുറച്ചുകൂടെ, പിന്നെ ഈ സ്റ്റിഗ്മ ഉള്ളവരും അവിടെ ചെന്ന് കഴിയുമ്പോൾ മനസ്സിലാവും, ഇതൊന്നും ഒരു സ്റ്റിഗ്മ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അവിടെ അവർ പറയുന്നത്, ഐ എം ടേക്കിംഗ് ആൻറ്റി ഡിപ്രസൻസ് ഫോർ ലാസ്റ്റ് 10 years. അഭിമാനമായിട്ടാണ് പറയുന്നത്.
മനസ്സിലായോ? അവർക്ക് ആ കുറച്ചുകൂടെ ആ സ്റ്റിഗ്മ അങ്ങ് മാറിക്കിട്ടും. ഓക്കെ. അപ്പോൾ ഒത്തിരി പേര് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്രോച്ച് ചെയ്യണം. അവരുടെ ഇഷ്യൂസും ഹ്യൂജാണ്. യെസ്, യെസ്, ഹ്യൂജാണ്. യെസ്. പിന്നെ കുട്ടികളെ നോക്കുന്ന കാര്യമൊക്കെ പറയുമ്പം ഭയങ്കര പേരൻറ്റിങ്ങിലൊക്കെ 6 മാസം 1 വർഷം കൊണ്ടൊക്കെ നൈറ്റ് ഷിഫ്റ്റ് മാത്രം എടുക്കുന്ന ആൾക്കാർ അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. 3, 4 വർഷം കൊണ്ട് ജോലിക്ക് പോവാതെ കുഞ്ഞിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന പുരുഷന്മാരുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചറിലൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇവിടെ ജനിച്ച് വളർന്നവർ അങ്ങനെ അകത്തിരുന്നിട്ട് എൻ്റെ മസ്കുലിനിറ്റിയെ പോയിന്ന് വിലപിക്കുന്ന ആളുകൾ വരെ ഉണ്ട്.